ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഒരു പുതിയ കഥ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ കഥയുടെ പേര് ആനന്ദ നടനം എന്നാണ്. കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് റിയലായിട്ട് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ കഥയാക്കിയിരിക്കുന്നത്. കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കുറ്റവാളികൾ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പാടില്ലല്ലോ ഇത് ഒറിജിനൽ കഥയാണെന്നും ഒക്കെ. അതുകൊണ്ട് എത്രയായാലും നമുക്ക് മറ്റുള്ളവർ പേടിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് കഥ കേട്ട് തുടങ്ങാം. ഇന്ന് ഒക്ടോബർ 20, ഒരുപാട് ജനങ്ങൾ കാത്തിരിക്കുന്ന ദിനം. കഴിഞ്ഞ 9 വർഷമായി ആദിത്യപുരം ഗ്രാമം കാതോർത്തിരിക്കുന്ന ദിനമാണ് ഇന്നത്തെ ദിനം. തങ്ങളുടെ അനന്തൻ എന്ന അനന്ത പത്മനാഭനെ ഇല്ലാതാക്കിയവരുടെ വിധി നിർണയിക്കുന്ന ദിവസം. പക്ഷേ ഇങ്ങനൊരു വിധി ആയിരുന്നില്ല ആദിത്യപുരത്തെ ഓരോ മണ്ണും ആഗ്രഹിച്ചിരുന്നത്. കാരണം ആ മണ്ണിലെ ഓരോ പുൽക്കുടിത്തുമ്പിനും അനന്തനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ആദിത്യപുരം അനന്തൻ എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നത്. അനന്ത പത്മനാഭൻ, അവനിൽ അനന്തനും പത്മനാഭനും ഒരുമിച്ച് കുടികൊള്ളുന്നു. ആദിത്യപുരത്തെ ഓരോ പുൽക്കുടിത്തുമ്പും അവനെപ്പറ്റി പറയുന്നത്, ഓർക്കുന്നത് ആത്മഹർഷത്തോടെയാണ്. കാരണം അവർക്കിന്നും അനന്തൻ പ്രിയങ്കരൻ തന്നെയാണ്. അവരുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇന്നും അനന്തൻ ജീവിക്കുന്നു. ദക്ഷയും അനന്തൻ മാത്രമല്ല, അവരുടെ എല്ലാവരുടെയും ഉള്ളിലും ദക്ഷയുമുണ്ട്. ദക്ഷയെന്ന് മറ്റൊരാൾക്ക് സ്വന്തം, പക്ഷേ അവിടെ ഉള്ളിൽ ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നത് അനന്തൻ മാത്രം. കാരണം അനന്ത പത്മനാഭനിൽ ദക്ഷ ലയിച്ചിരിക്കുന്നു. അഭിനയ മികവിലൂടെ അച്ഛൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത ആ വേഷം അവൾ ഭംഗിയായി അടിത്തിമിർത്തുകൊണ്ടിരിക്കുന്നു. കോടതി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും കാതോർത്തിരിക്കുന്നു വിധി അറിയാൻ. മാധ്യമ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷമായിരിക്കുന്നു അനന്തനെ ഇല്ലാതാക്കിയവർ ഈ മണ്ണിൽ പൂത്ത് വിളയാടാൻ തുടങ്ങിയിട്ട്. 9 വർഷം വേണ്ടി വന്നു ഇവനെ കൊന്നു പൂട്ടാൻ. നമ്മുടെ നിയമം കുറ്റവാളികളെ രക്ഷിക്കുന്ന നിയമം. ആ നിയമത്തിൻ്റെ കൂട്ടുപിടിച്ച് അവർ ഇത്രയും കാലം പുറത്ത് ഭംഗിയായിട്ട് വിലസി. കോടതിയിൽ കേസ് വിളിച്ചു. വിചാരണ നടന്ന വേളയിൽ പല നാടകീയ രംഗങ്ങളും അരങ്ങേറി. വിചാരണ വേളയിൽ 1-ാം പ്രതിയായ ഗോപൻ ഒളിവിൽ പോയി. പിന്നീട് അവൻ നാടകീയമായി പോലീസിന് കീഴടങ്ങി. പിന്നീട് അവനെ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 2 പേർ ആത്മഹത്യ ചെയ്തു. മൊത്തം ഗോപൻ ഉൾപ്പെടെ 9 പേർ. ഒരു മനുഷ്യജീവിയെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന ചെയ്തവരിൽ ആ 9 പേരുൾപ്പെടെ 20 പേരാണ് പ്രതിപ്പട്ടികയിൽ വന്നത്. പലരും കേസ് നടന്ന വേളയിൽ കൂറുമാറി. കൺമുന്നിൽ ഒരു ജീവൻ പിടഞ്ഞു തീരുന്നത് കണ്ടിട്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് വളരെ ഭയാനകം തന്നെയാണ്. അതും ആ നാടിനും നാട്ടുകാർക്കും ഒരുപാട് പ്രിയങ്കരനായ ഒരാൾ. ഒരുപാട് പേർക്ക് നന്മ മാത്രം ചെയ്തിട്ടും നടു റോഡിൽ പട്ടിയെപ്പോലെ വെട്ടി നുറുങ്ങപ്പെട്ട് ആ ജീവൻ പൊലിഞ്ഞടങ്ങി തീർന്നു. ആദിത്യപുരം ഗ്രാമം മുഴുവൻ കരഞ്ഞു തീർത്ത ദിവസമായിരുന്നു അന്നത്. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു ദിനമായിരുന്നു അവരെ പ്രിയപ്പെട്ട ആനന്ദൻ അവർക്ക് നഷ്ടമായത്. അന്ന് നാട് മുഴുവൻ കരഞ്ഞ ദിവസം, ആദിത്യപുരത്തിലെ ഓരോ പുൽക്കൊടിത്തുമ്പും കരഞ്ഞ ദിവസം, അത് അനന്തൻ്റെ വിയോഗത്തിലായിരുന്നു. കോടതിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്നു. വിധി കേൾക്കാൻ 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിച്ചു. 12 മണിയോടെ വിധി പ്രസ്താവിച്ചു. ആദ്യത്തെ 5 പേർക്ക് ജീവപര്യന്തം ശിക്ഷ, ബാക്കിയുള്ളവർക്ക് പിഴയൊടുക്കിയും 10 വർഷവും 7 വർഷവും ശിക്ഷ. അങ്ങനെ പോകുന്നു ശിക്ഷാ നടപടികൾ. ആർപ്പ് വിളികളോടെ ജനം ആ വിധിയെ സ്വീകരിച്ചെങ്കിലും ആർക്കും ഒട്ടും തൃപ്തി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നഷ്ടപ്പെട്ട തങ്ങളുടെ അനന്തന് പകരമാകില്ല ഒന്നും തന്നെ. അങ്ങനെ ബാംഗ്ലൂർ നഗരത്തിൽ ദക്ഷ രാവിലെ മുതൽ ടിവിയുടെ മുമ്പിലാണ്. ഇന്നാണ് എൻ്റെ അനന്തേട്ടനെ കൊന്നവരുടെ വിധി നിർണ്ണയിക്കുന്ന ദിവസം. തൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും തനിക്ക് നഷ്ടമായ ദിനം. കണ്ണുനീർ വന്ന് കണ്ണുകളെ മൂടുന്നത് അവൾ അറിഞ്ഞു. കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി. ദക്ഷ, രാഹുലിൻ്റെ വിളി കേട്ടവൾ മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ ഒരേങ്ങലോടെ അവൻ്റെ മാറിലേക്ക് മുഖം ചേർത്തു. പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അതെ, ദക്ഷ കരയുകയാണ്. കഴിഞ്ഞ 9 വർഷമായി അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഹുലിൻ്റെ താലി മാത്രമേ അവൾക്കുള്ളൂ. ഇപ്പോഴും അവർ തമ്മിൽ ഭാര്യ-ഭർത്ത ബന്ധങ്ങളൊന്നും തന്നെയില്ല. മനസ്സും നിറയെ മറ്റൊരാളെ വെച്ചിട്ട് തനിക്ക് എങ്ങനെ രാഹുലിൻ്റെ ഭാര്യയാകാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. രാഹുലിന് എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും രാഹുലിനറിയാം. അവൻ ഒരിക്കലും ഒന്നിനും അവളെ നിർബന്ധിക്കാറില്ല.
ഒരേ വീട്ടിൽ അന്യരെ പോലെ അവർ കഴിയാൻ തുടങ്ങിയിട്ട് 4 വർഷമാകുന്നു. ഇനിയും എത്ര നാൾ ഈ നാടകം ആടണം അറിയില്ല. കാലമുള്ള കാലത്തോളം ദക്ഷ ഈ അഭിനയം തുടർന്നു കൊണ്ടേയിരിക്കും. കാരണം ദക്ഷയിൽ ഉറങ്ങുന്നത് അനന്തൻ മാത്രമാണ്. എന്നും എപ്പോഴും വരും ജന്മത്തിലും ദക്ഷയിൽ ഉറങ്ങുക അനന്തൻ മാത്രം. കാരണം അത്രയധികം ദക്ഷയിൽ അനന്തൻ ലയിച്ചിരിക്കുന്നു. ഓർമ്മകൾ ഉറങ്ങുന്ന ആദിത്യപുരം ഗ്രാമത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. അർക്കൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി പ്രഭാതം കൺചിമ്മി തുറന്നു വരുന്നു. പ്രകൃതി തൻ്റെ രമണീയത കൊണ്ട് അന്തരീക്ഷം മനോഹരമായ ഒരു തൂവൽ ചിത്രം പോലെ മനോഹാരിണിയായിരിക്കുന്നു. പുരാതനമായ ഒരു തറവാട്, 4 കെട്ടും കുളവും തേവാരപ്പുരയും ദേവിക്കായി പ്രത്യേകം ഒരുക്കിയ പൂജാമുറിയും അകത്തളവും എല്ലാം കൊണ്ടും ആ തറവാട് വിളങ്ങി നിൽക്കുന്നു. ഈ വീട് ചെപ്പൂട്ടുമന എന്ന് അറിയപ്പെടുന്ന രുദ്രനും വീണയും ദക്ഷയും ഉറങ്ങുന്ന വീട്. രുദ്രമഹാദേവൻ്റെയും വീണയുടെയും ഒരേ ഒരു മകൾ ദക്ഷ രുദ്രവീണ. അതാണ് അവൾ. അച്ഛൻ്റെയും അമ്മയുടെയും ലാളനകളിൽ കുറുമ്പിൻ്റെയും വാശിയുടെയും പ്രതിരൂപമായൊരു പെൺകുട്ടി. ആ ഗ്രാമത്തിൻ്റെ രാജാവായി വരുന്ന രുദ്രമഹാദേവരുടെ മകളായത് കൊണ്ടല്ല ആ ഗ്രാമവാസികൾ അവളെ ഇഷ്ടപ്പെടുന്നത്. അവളുടെ നന്മ, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, സ്നേഹം, കരുണ എന്നീ എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ചൊരു പെൺകുട്ടി. അതിൻ്റെയൊക്കെ പ്രതിരൂപമാണ് നമ്മുടെ ദക്ഷ. ആ വീട് ഉണർന്നു കഴിഞ്ഞു. വീണ കുളിച്ചീറനായി വന്ന് ദേവി പരാശക്തിക്ക് മുമ്പിൽ വിളക്ക് വെച്ച് കഴിഞ്ഞു. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നയുടെ ദക്ഷയുടെ പിറന്നാളാണ്. 18 വയസ്സ്. ഇന്ന് അവൾ ജനിച്ച നക്ഷത്ര ദിവസമാണ്. അമ്പലത്തിൽ പ്രത്യേക പൂജയും കർമ്മങ്ങളും ഒക്കെയുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. വീണ വിളക്ക് കൊളുത്തി പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങി. രുദ്രേട്ടാ, ഈ കുട്ടി ഇനിയും എഴുന്നേറ്റില്ലേ? അമ്പലത്തിൽ പോകണ്ടേ? ഞാൻ പോയി വിളിക്കാം. വീണ നേരെ പടി കയറി ദക്ഷയുടെ റൂമിലേക്ക്. അവൾ കണ്ടു ബ്ലാങ്കറ്റിനുള്ളിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന ദക്ഷയെ. മോളെ അച്ചുട്ടി, എഴുന്നേക്കുന്നില്ലേ? അമ്പലത്തിൽ പോകണ്ടേ? ആ അമ്മ. അവൾ കണ്ണു തുറന്നു. വീണയുടെ അധരങ്ങൾ അവിടെ നെറുകയിലമർന്നു. ഹാപ്പി ബർത്ത്ഡേ അച്ചുട്ടി. താങ്ക്സ് അമ്മ. അവൾ അമ്മയെ കെട്ടിപ്പിടിക്കാൻ വന്ന്. വേണ്ട, പോയി കുളിച്ചിട്ട് വാ പെണ്ണെ, അമ്പലത്തിൽ പോകാനുള്ളതാണ്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. അവൾ കുറുമ്പോടെ വഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു ബാത്റൂമിലേക്ക് പോയി. വീണ താഴെ ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് 3 കൂട്ടം പായസം ഉൾപ്പെടെ സദ്യയുണ്ട്. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ തയ്യാറാക്കണം. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും പ്രഭാത ഭക്ഷണം തയ്യാറാക്കി വെക്കണം. അതൊക്കെ ജോലിക്കാരെ പറഞ്ഞേൽപ്പിച്ച് അവർ നേരെ ഭർത്താവിൻ്റെ അരികിലെത്തി. അപ്പോഴേക്കും രുദ്രമഹാദേവൻ എഴുന്നേറ്റ് കുളി കഴിഞ്ഞിരുന്നു. തറവാട്ടിനുള്ളിലെ കുളത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുളി. വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. ഇപ്പോഴും ആ ശീലത്തിന് മാറ്റമൊന്നുമില്ല. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദേവിക്ക് മുൻപിൽ അല്പനേരം ചെലവഴിച്ച് സ്വന്തം കളത്തിലേക്ക് അദ്ദേഹം പോകും. കുറച്ചു നേരം കളരി അഭ്യാസം, അതിനുശേഷം പത്രവായന. അപ്പോഴേക്കും വീണ രുദ്രന് പ്രിയപ്പെട്ട കോഫി കൊണ്ടുവന്നിരിക്കും. ഇന്നും ആ ചിട്ടവട്ടങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ട്. ഇന്ന് ദക്ഷയുടെ പിറന്നാളല്ലേ, അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ആഹാ, രുദ്രട്ടൻ ഒരുങ്ങിയോ? വീണ ചോദിച്ചു. അയാൾ ഭാര്യയെ നോക്കിയെന്ന് മന്ദഹസിച്ചു. അതിൽ എല്ലാമുണ്ട്. അവർ പെട്ടെന്ന് പിന്തിരിഞ്ഞിടന്നു. അമ്പലത്തിൽ പോകാൻ തയ്യാറാകാൻ പോയി. നേരെ പോയി കൃഷ്ണനെ തുന്നിപ്പിടിപ്പിച്ച മനോഹരമായൊരു ദുപ്പട്ട എടുത്ത് അണിഞ്ഞു. ആ പ്രായത്തിലും അതീവ സുന്ദരിയാണവർ. മുടി കെട്ടിയ നെറുകയിൽ സിന്ദൂരം തൊട്ട് അവൾ പുറത്തേക്ക് വന്നു. മുകളിലേക്ക് നോക്കി വിളിച്ചു. അച്ചുട്ടിയേ, ഇതുവരെ റെഡി ആയില്ലേ നീ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ദാ വന്നു അമ്മ. പടിയിറങ്ങി വരുന്ന കുലസിൻ്റെ കിലുക്കം കേൾക്കാം. പണ്ട് മുതലേ വെള്ളിക്കുലസ് അവൾക്കൊരു ഹരമാണ്. കുലസ് കിലുക്കി നടക്കണം. ഇപ്പോഴും ആ ശീലത്തിന് ഒരു മാറ്റവുമില്ല. ദാ വന്നു. ദക്ഷ രുദ്രവീണ എത്തിക്കഴിഞ്ഞു. പച്ചക്കളർ ധാവണിയിൽ അതീവ സുന്ദരിയായിരിക്കുന്നു. കയ്യിൽ പച്ച കുപ്പിവള, കാതിൽ ആടുന്ന ലോലാക്ക്, കഴുത്തിലൊരു പച്ചക്കല്ല് വെച്ച നെക്ലേസ്. നമ്മുടെ ദക്ഷ പൊളിച്ചു. രുദ്രനും വീണയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് മൂവരും ഒരുമിച്ച് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ദാമോദരൻ ചേട്ടൻ കാർ റെഡിയാക്കിയിട്ട് കഴിഞ്ഞു. വർഷങ്ങളായി ആ വീട്ടിലെ കാർ ഓടിക്കുന്നത് ദാമോദരൻ ചേട്ടനാണ്. ദക്ഷയുടെ ചെറിയ പ്രായത്തിൽ അവിടെ വന്നതാണ് ദാമോദരൻ. അതുകൊണ്ട് തന്നെ ദക്ഷയ്ക്ക് അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ദാമോദരൻ ചേട്ടനെയാണ്. വണ്ടിയിൽ കയറുന്നതിന് മുമ്പുണ്ടായി വിളി, അപ്പേ. അങ്ങനെയാണ് ദക്ഷ വിളിക്കുന്നത്. ചെറിയ പ്രായം മുതൽ അവൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ആരും അത് തിരുത്തിയിട്ടുമില്ല. എന്താ ചുട്ടിയേ? അപ്പേ, എനിക്ക് ഞാൻ പറഞ്ഞത് കൊണ്ടുതന്നില്ല. അവൾ ചുണ്ടു പിളർത്തി ചിണുങ്ങി. രുദ്രനും വീണയും മുഖത്തോട് മുഖം നോക്കി. അച്ചോടാ, ദാമോദരൻ ചിരിച്ചു. എന്നിട്ട്
പുറകിൽ മറച്ചു പിടിച്ചിരുന്ന ഒരു കുടന്ന താമരപ്പൂക്കൾ അവൾക്കായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ അച്ചുട്ടി. ഹായ്. അവൾക്ക് സന്തോഷമായി. താങ്ക്സ് അപ്പേ. അവൾ പെട്ടെന്ന് ദാമോദരനെ കെട്ടിപ്പിടിച്ചു. അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട്. ഇതാണ് നമ്മുടെ ദക്ഷ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.